എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ ഈ 88-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ മോഹൻ. സ്വാഗതം മോഹനേട്ട. നമസ്തേ ഡോക്ടർ. ഈ പരിപാടിയിൽ പതിവ് പോലെ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേള, അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗം, തുടർന്ന് 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അപ്പോൾ നമുക്കൊരു സെൻറ്ററിങ് ചെയ്തിട്ട് തുടങ്ങും. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നന്ദി മോഹനേട്ട. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി ദാജിയുടെ പുതിയ പുസ്തകങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. ആദ്യം അഷ്ടവക്ര മഹാഗീത, അതിനുശേഷം ദ ഹാർട്ട് ഓഫ് ജൈനിസം. അപ്പോൾ ദാജി കുറച്ച് മുമ്പ് ആളുടെ ഒരു പുസ്തകം കൂടി വരുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് ഭഗവത്ഗീതയെ അടിസ്ഥാനപ്പെടുത്തി ധർമ്മം എന്ന സങ്കല്പത്തെക്കുറിച്ച്, ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചായിരിക്കും ആ പുസ്തകം. ഒപ്പം ദാജി നിർദ്ദേശിക്കുകയുണ്ടായി നമ്മളോട് അതിനെപ്പറ്റി മനനം ചെയ്യാനും ഡയറിയിൽ എഴുതാനും നിങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ അല്ലേ. അപ്പോൾ ഹാർട്ട്നെസ്സിൽ ധർമ്മം എന്ന സങ്കല്പം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൽ ഒരു അഭ്യാസിയുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാം. വെൽ, ദാജിയുടെ അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന പുസ്തകമാണ് ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ ധർമ്മം എന്നുള്ള വിഷയം. അപ്പോൾ അത് അദ്ദേഹം കൂടുതൽ നമ്മളോട് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഡയറിയിൽ എഴുതി വയ്ക്കാനും അതുപോലെ ചർച്ച ചെയ്യാനും നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ചയ്ക്കൊരു പ്രസക്തിയുണ്ട്, കാരണം മാസ്റ്റർ തന്നെ നമ്മളോട് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ധർമ്മം എന്നുള്ള വാക്ക് സംസ്കൃത വാക്കിൽ ധ എർ മ 3 വാക്കുകൾ ചേർന്ന്. ധ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോധം, ബുദ്ധി, വിവേചനം, ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെയാണ് അർത്ഥം. വേർതിരിവ് എന്നൊക്കെ അർത്ഥമുണ്ട്. എർ എന്ന് പറഞ്ഞാൽ തത്വം എന്നാണ്. ഇപ്പോൾ വേർതിരിവ് എന്ന തത്വം. മ എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക. ഇപ്പോൾ വേർതിരിവ് എന്ന തത്വം ഇല്ലാതാക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, എറ്റിമോളജിക്കൽ മീനിങ് നമ്മൾ എടുത്താൽ. അപ്പോൾ എന്താണ് വേർതിരിവ്? ഇതൊരു മനുഷ്യൻ, ഇതൊരു മൃഗം, ഇതൊരു പക്ഷി, ഇത് ആകാശം, ഇത് ഭൂമി, അങ്ങനെ നമ്മൾ വേർതിരിവില്ലേ. ആ വേർതിരിവ് എന്ന തത്വം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ
ഒരേ ആത്മാവ് തന്നെ അല്ലെങ്കിൽ ഒരേ ദിവ്യത്വം തന്നെ എല്ലാത്തിലും എല്ലാത്തിൻ്റെയും അന്തസത്ത ആത്മാവിൻ്റെ പ്രകടനമാണ് എന്ന ബോധം നമ്മളിൽ ഉറപ്പിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ ധാർമ്മികരാവുന്നത്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആശയം. അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പാണ്. അപ്പോൾ ആ അവസ്ഥയിൽ വിവേചനം എന്ന തത്വം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എല്ലാത്തിനെയും നിലനിർത്തണം എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവും. കാരണം എല്ലാത്തിൻ്റെയും നിലനിൽപ്പാണ് ധർമ്മം അല്ലെങ്കിൽ ദിവ്യത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാബുജി മഹാരാജ് പറഞ്ഞു, ഗോഡ് ഈസ് എക്സിസ്റ്റൻസ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിലനിൽപ്പാണ്, എല്ലാത്തിൻ്റെയും നിലനിൽപ്പാണ് ഈശ്വരൻ. ഒറ്റ വരിയിൽ ബാബുജി മഹാരാജ് ഈശ്വരനെ നിർവചിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അദ്ദേഹം പറയും, ആ നിലനിൽപ്പിനെ കുറിച്ച് നമുക്ക് ബോധം ഉണരുമ്പോൾ അപ്പോഴാണ് നമുക്ക് അനുഭൂതി അല്ലെങ്കിൽ ബ്ലിസ് ഉണ്ടാവുന്നത്. അതായത് നിലനിൽപ്പ്, ബോധം, അനുഭൂതി, എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നസ്, ബ്ലിസ്. അതാണ് സച്ചിത് ആനന്ദം എന്നുള്ള മഹാവാക്യത്തിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ അദ്ദേഹം പറയും, ഈ പ്രപഞ്ചത്തിലെ എല്ലാം നിലനിൽക്കുന്നു, ബോധമുണ്ട്, അനുഭൂതിയിലാണ്. ഉദാഹരണത്തിന് മരങ്ങൾ, വൃക്ഷങ്ങൾ, സസ്യലതാദികൾ അവയെല്ലാം നിലനിൽക്കുന്നു, അതിന് ബോധമുണ്ട്, നമുക്കറിയാം, അത് അനുഭൂതിയിലാണ്. മൃഗങ്ങൾ, മറ്റെല്ലാ ജീവജാലങ്ങളും അത് നിലനിൽക്കുന്നു, അതിന് ബോധമുണ്ട്, അത് അനുഭൂതിയിലാണ്. പക്ഷെ മനുഷ്യനോ? മനുഷ്യൻ നിലനിൽക്കുന്നു, അവന് ബോധമുണ്ട്, പക്ഷെ അനുഭൂതിയില്ല. എന്താ കാരണം? ഇഷ്ടാനിഷ്ടങ്ങളും ആഗ്രഹങ്ങളും അഹം എന്നുള്ള ബോധമാണ് അതിന് കാരണം. അപ്പോൾ അതുകൊണ്ട് ബാബുജി മഹാരാജ് പറഞ്ഞത്, ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൃദയമണ്ഡലത്തിലെ ആദ്യത്തെ 5 ചക്രങ്ങൾ, 5 വലയങ്ങൾ കിടക്കണത്, അതിനെ മറികടക്കാൻ. അപ്പോഴാണ് നമ്മൾ 6ാമത്തെ ചക്ര, ആജ്ഞാചക്രത്തിൽ മോക്ഷപ്രാപ്തി എന്ന് പറയും. പക്ഷേ അഹം എന്നുള്ളതിന് 11 വലയങ്ങളാണ്. താരതമ്യേന മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള കൂടുതൽ വലയങ്ങൾ അവിടെയാണ്. അപ്പോൾ നമുക്ക് ഒരു ജീവിച്ചിരിക്കുന്ന ഗുരുവിനെ കണ്ടെത്തേണ്ട ആവശ്യകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ധ്യാനം പരിശീലിക്കേണ്ടതുണ്ട്. അനുഭൂതിക്ക് വേണ്ടി നമുക്ക് ബോധപൂർവം പ്രവർത്തിക്കേണ്ടതുണ്ട്. മറ്റ് ജീവജാലങ്ങളുടെ, സസ്യജാലങ്ങളുടെയും നിലനിൽപ്പിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിലനിൽപ്പാണ് ദിവ്യത്വം എന്ന് പറയുന്നത്. ബാബുജി മഹാരാജിൻ്റെ അവസാനത്തെ ഈ ഭൂമിയിൽ അദ്ദേഹം ജീവിച്ച് സമാധിക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ അവസാനത്തെ ഒരു പ്രഭാഷണത്തെക്കുറിച്ച് ദാജി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സമാധി 1983 ആ 83 ലാലാജി മഹാരാജിൻ്റെ ബർത്ത്ഡേക്കാണ് അദ്ദേഹം ഈ 2-3 വരിയേ ഉള്ളൂ അതിൽ. അപ്പോൾ അതിൽ പറയുന്നത് ഇതാണ്: നമ്മളെല്ലാവരും ആത്മീയമായ തലത്തിൽ ഒന്നാണെന്ന് നമുക്ക് അറിയാം. അറിവിൻ്റെ തലത്തിൽ ഇങ്ങനെയുണ്ട്, അനുഭവമല്ല എങ്കിലും. പക്ഷേ മാനസികമായ തലത്തിലും ബുദ്ധിപരമായ തലത്തിലും ധാർമ്മികമായ തലത്തിലും നമ്മൾ ഒന്നാണ് എന്നതാണ് വസ്തുത. സാധനയിലൂടെ നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് സാധനയുടെ ആവശ്യം വരുന്നത്. അവിടെയാണ് ഈ നിലനിൽപ്പ്, ബോധം, അനുഭൂതി എന്നുള്ള സംഗതി. അപ്പോൾ ഇത് പ്രഥമ ദൃഷ്ടിയ ഇത് കേട്ടാൽ നമുക്കൊരു വൈരുദ്ധ്യമായിട്ട് തോന്നും. മാനസികമായ തലത്തിലും നമ്മൾ ഒന്നാണെന്ന് എങ്ങനെ നമ്മൾ തെളിയിക്കും? ഇപ്പം നമുക്കൊക്കെ വ്യത്യസ്തമായ മനസ്സുകളും വ്യത്യസ്തമായ ചിന്തകളും അല്ലേ ഉള്ളത്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ഒന്നാവുക എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിലെ ദിവ്യപ്രകാശം എന്നുള്ള ആശയത്തിൽ നമ്മൾ ധ്യാനിക്കുന്നു. സമാധിയിൽ പോകുമ്പോൾ ദിവ്യത്വം എന്നുള്ള അനുഭൂതി ഉണ്ടാവും, നമുക്ക് ഫീലിംഗ്. അനുഭൂതിയുടെ തലത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ്. അതാണ് ബാബുജി മഹാരാജ് പറയുന്നത്. അപ്പം ചിന്ത അനുഭൂതിയുടെ തലത്തിലാവുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. അപ്പം അതിന് മെഡിറ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു, ഹാർട്ട്ഫുൾനെസ്സിൽ. ഈ ബുദ്ധിപരമായ തലത്തിൽ നമ്മൾ എങ്ങനെ ഒന്നാവുക?
നമുക്കൊക്കെ വ്യത്യസ്തമായ ബുദ്ധിശക്തിയല്ലേ. അത് ബാബുജി മഹാരാജ് പറയുന്നത് ബുദ്ധി എന്ന് പറയുന്നത് പരസ്പര വൈരുദ്ധ്യങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നതാണ്, ഓപ്പോസിറ്റ്സ്. അതിൻ്റെ ഇടയ്ക്കുള്ള വിവേകത്തിൻ്റെ ഒരു പോയിന്റ് ഉണ്ട്, അത് സെയിമാണ്, ഒന്നാണ്. അപ്പോൾ ആർട്ട്ഫുൾനെസ്സിൽ അതുകൊണ്ട് നമ്മൾ ബുദ്ധിശക്തി എന്നല്ല വിവേകശക്തി എന്നാണ് പറയാം. ബുദ്ധി വിവേകമായിട്ട് പരിണമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പരസ്പര വൈരുദ്ധ്യങ്ങൾ, ഓപ്പോസിറ്റ്സിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ സംസ്കാരങ്ങളാണ്, മുദ്രകളാണ്. അപ്പം അവയെ നമ്മൾ നീക്കം ചെയ്യണം ശുദ്ധീകരണത്തിലൂടെ. ശുദ്ധീകരണം എന്നുള്ള സാധനം കൊണ്ട് നമ്മുടെ ബുദ്ധിശക്തി വിവേകശക്തിയായിട്ട് മാറും. അവിടെ നമ്മളെല്ലാവരും ഒന്നാണ്. ഇനി നമ്മുടെ പ്രധാന പ്രശ്നം നമ്മൾ പറഞ്ഞു 11 വലയങ്ങൾ അഹങ്കാരത്തിൻ്റെത്. അപ്പോൾ അഹങ്കാരം എന്നുള്ള ഭാവം സ്നേഹവും വിനയവുമായിട്ട് മാറണം. ഹാർട്ട്ഫുൾനെസ്സിലെ പ്രാർത്ഥന അതിന് ശരണാഗതി ഭാവം. അപ്പോൾ ആ പ്രാർത്ഥനയുടെ അവസ്ഥയിലാണ് നമ്മൾ അഹം എന്നുള്ള ഭാവം സ്നേഹവും വിനയമായിട്ട് മാറുന്നത്. അവിടെ നമ്മൾ ഒന്നാണ്. അപ്പോൾ ഈ 3 ഘടകങ്ങളും ഒന്നാന്ന് നമ്മൾ സാധനം കൊണ്ട് തെളിയിക്കുമ്പോഴാണ് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുന്നത്, അതായത് ദിവ്യത്വത്തിൻ്റെ അവസ്ഥയിൽ. ദിവ്യത്വത്തിൻ്റെ അവസ്ഥയിൽ നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള, അത് നമ്മുടെ നിലനിൽപ്പാണ് എന്ന് അപ്പോഴാണ് നമുക്ക് ബോധ്യമാവുക. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ പ്രാക്ടീസ് അതിന് വളരെയധികം യോജിച്ചതാണ്. ലളിതമായ പരിശീലനം നമ്മളെ അതിലേക്ക് നയിക്കും, മഹത്തായ മഹാവാക്യത്തിലേക്ക് നയിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ ധാർമ്മികത എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് ഉറപ്പ് വരുത്തുക, പരിപൂർണ മിതത്വം പാലിക്കുക. ലാലാജി പറയും ധാർമ്മികത ഇല്ലാതെ ആത്മീയത ഇല്ല. അപ്പം അവിടെ ധാർമ്മികത എന്ന് ലാലാജി പറയുന്നത് പരിപൂർണ മിതത്വമാണ്, മോഡറേഷനാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കഴിവുകളും അല്ലെങ്കിൽ എല്ലാ ഊർജ സ്രോതസ്സുകളെയും പരിപൂർണ മിതത്വത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ധാർമ്മികരാണെന്ന് പറയും. അപ്പം എന്തും നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം അവിടെ ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ളൊരു വേർതിരിവ് നമുക്ക് വേണം. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചാൽ അത് അധാർമികതയാണ്. ഇപ്പോൾ വെള്ളം അധികം ഉപയോഗിച്ചാൽ അധാർമികതയാണ്, ഭക്ഷണം അധികം ഉപയോഗിച്ചാൽ അധാർമികതയാണ്, കൂടുതൽ സംസാരിക്കുന്നതും അധാർമികതയാണ്. ആ അർത്ഥത്തിൽ പരിപൂർണ മിതത്വമാണ്. ഈ പരിപൂർണ മിതത്വത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള പരിശീലനമാണ് ഹാർട്ട്ഫുൾനെസ്സിൽ 10 മാക്സിംസ്. ബാബുജി മഹാരാജ് പറയണ 10 നിർദ്ദേശങ്ങൾ. പതഞ്ജലി മഹർഷി അതിനെ യമനിയമങ്ങൾ എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞു ജൈനിസത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ബാബുജി മഹാരാജ് ഈ 10 നിർദ്ദേശങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 നിർദ്ദേശങ്ങൾ സാധനയെക്കുറിച്ചാണ്. അതാണ് അടിസ്ഥാനം നമ്മൾ പറഞ്ഞില്ലേ. അതായത് സാധന എന്തിനാണ്? നമ്മുടെ കേന്ദ്രവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. നമ്മളെ ധർമ്മത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രം എന്ന് പറയുന്നത് ബോധമായതുകൊണ്ട്, അത് നമ്മുടെ ഹൃദയത്തിലായതുകൊണ്ട് ഹൃദയവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഈ ആദ്യത്തെ 3 നിർദ്ദേശങ്ങൾ അതിനാണ്. അപ്പോൾ കേന്ദ്രവുമായിട്ടുള്ള കണക്ഷൻ ഉറപ്പുവരുത്തണം ആദ്യത്തെ സ്റ്റേജിൽ. അപ്പോൾ നമ്മൾ ചില ഗുണവിശേഷങ്ങൾ ആർജിക്കണം. അതാണ് 4-ാമത്തെയും 5-ാമത്തെയും നിർദ്ദേശത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് ഗുണങ്ങൾ? ലാളിത്യം, പരിശുദ്ധി, സത്യസന്ധത. ഇത് കേന്ദ്രത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളാണ്. അത് നമ്മൾ ആർജിക്കണം. അങ്ങനെ ആർജിച്ചു കഴിഞ്ഞാൽ ആ സ്വഭാവവിശേഷങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ബാഹ്യലോകവുമായിട്ട് ഇടപെടണം. മറ്റ് ജീവജാലങ്ങളായിട്ടും മനുഷ്യരായിട്ടും പ്രപഞ്ചമായിട്ടും നമ്മൾ ഇടപെടണം. അപ്പോൾ അതിൻ്റെ പ്രയോഗക്ഷമതയാണ് അടുത്ത 6, 7, 8 നിർദ്ദേശങ്ങൾ. അതെന്തൊക്കെയാണ്? സാഹോദര്യം, പിന്നെ പ്രതികാര ബുദ്ധി ഇല്ലാതിരിക്കുക, അഹിംസ, പിന്നെ സത്യസന്ധമായിട്ട് ആർജിക്കുക, ആഹരിക്കുക, അവിടെ മിതത്വം പാലിക്കണം. അതാണ് 6, 7, 8 നിർദ്ദേശങ്ങൾ. ഈ 8 നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് മാറും. അതാണ് 9-ാമത്തെ നിർദ്ദേശം. മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുക. 9-ാമത്തെ ഒരു മാതൃകയാണ്. 10-ാമത്തെ നിർദ്ദേശത്തിലോ നമ്മൾ ഓരോ നിമിഷവും ആത്മപരിശോധന ചെയ്യേണ്ട ആവശ്യകതയാണ്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അതിന് നമ്മൾ
ക്ഷമാപണത്തോട് കൂടിയിട്ട് അത് ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പ് വരുത്തി ശരണാഗതനായി മാപ്പെരുക്കുക. അതാണ് അവസാനത്തെ നിർദ്ദേശം. അപ്പം ഈ 10 നിർദ്ദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ധാർമ്മികതയുടെ പ്രായോഗികമായിട്ടുള്ള പരിശീലനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരാൾ ധർമ്മം അല്ലെങ്കിൽ ധാർമ്മികത ജീവിതത്തിൽ പ്രായോഗികമായിട്ട് പരിശീലിക്കണമെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ട ആവശ്യകതയുള്ളൂ. അതിൽ ആദ്യത്തെ 3 നിർദ്ദേശം പരിശീലനമാണ്, അതായത് ധ്യാനത്തിലൂടെയാണ് ഇതിൻ്റെ തുടക്കം. ധ്യാനത്തിൻ്റെ അഭാവത്തിൽ ഇത് ഇച്ഛാശക്തി കൊണ്ട് സാധ്യമല്ല. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിൽ ഈ ധാർമ്മികത എന്നുള്ള അടിസ്ഥാനം. ഇനി ദാജി നമ്മൾ പറഞ്ഞത് ഈ പുസ്തകം ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിലാണ് എഴുതുന്നത്, അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ഒരു ഭാഗമാണല്ലോ ഭഗവത്ഗീത. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധർമ്മത്തെ തലനാഴിഴ കീറി പരിശോധിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം, നമുക്കറിയാതെ. അപ്പം അതിൽ പാഞ്ചാലി വസ്ത്രാക്ഷേപം ഇന്നും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തത് ധാർമ്മികമാണോ അധാർമ്മികമാണോ? എന്തുകൊണ്ട് ആ ചർച്ച എന്നും വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ധർമ്മത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ തന്നെ മൗനം പാലിച്ചു. അപ്പോൾ സ്വന്തം ഭർത്താക്കന്മാർ വരെ മൗനം പാലിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണ് ധർമ്മം എന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിരുന്നു ആ സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് പാഞ്ചാലിയെ ആ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം. പിന്നീട് പാണ്ഡവന്മാരുമായിട്ടുള്ള സംസാരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്കാർക്കും ധർമ്മത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് അറിയില്ല. ധർമ്മത്തിൻ്റെ ഉദാത്തമായ ഭാവം കരുണയാണ്, ദയയാണ്, അനുകമ്പയാണ്. അപ്പം ആ സാഹചര്യത്തിൽ ഏറ്റവും അധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾ പാഞ്ചാലിയല്ലേ. അപ്പം ആ സാഹചര്യത്തിൽ നിന്ന് പാഞ്ചാലിയെ രക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ ധർമ്മം. അപ്പോൾ ധർമ്മത്തിൻ്റെ ഉദാത്തമായ മുഖം കരുണ, ദയ, അനുകമ്പ എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിലെ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ നിർവചനം തന്നെ ദാജി പറയുന്നത്, അനുകമ്പ, ദയ, കരുണ എന്നീ ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൃദയങ്ങൾ തമ്മിലുള്ളൊരു താളലയമാണ് ഹൃദയംഗമമായ ആശയവിനിമയം എന്നാണ്. അപ്പോൾ ഈ ധാർമ്മികതയാണ് അദ്ദേഹം അവിടെ എടുത്ത് പറയുന്നത്. ഇനി ദാജി പലപ്പോഴും പറയാറുള്ള യുധിഷ്ഠിര ഗീത പറയാറില്ലേ, യുധിഷ്ഠിരനും യക്ഷനും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ യുധിഷ്ഠിരൻ ധർമ്മത്തിൻ്റെ പുത്രനായതുകൊണ്ട് ഒരു ചോദ്യം യക്ഷൻ പറയും, ഒറ്റ വാക്കിൽ ഉത്തരം പറയും, എന്താണ് ധർമ്മം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് യുധിഷ്ഠിരൻ പറയുന്നത് അപ്രമാദം എന്നാണ്, ഒറ്റ വാക്ക്. അപ്രമാദം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, ബോധം, അവബോധം, ശ്രദ്ധയോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. ബോധപൂർവം ശ്രദ്ധയോടെ ഓരോ സാഹചര്യത്തിലും എല്ലാ ഡയറക്ഷനിലും നമ്മുടെ ബോധം ഉണർന്ന് പ്രവർത്തിക്കുക എന്നാണ് ധർമ്മത്തെ കൊണ്ട് ഉദ്ദേശിച്ചത്. അതിന് ധർമ്മത്തിൻ്റെ ബോധത്തിൻ്റെ വികാസം അനിവാര്യമാണ്. ഇപ്പോൾ വികസിച്ച ബോധത്തിൻ്റെ അവസ്ഥയിലാണ് നമുക്ക് ദാജി പറയുന്ന 360 ഡിഗ്രി അവയർനെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ അവബോധത്തിനെ അല്ലെങ്കിൽ ബോധത്തിനെയാണ്, ബോധപൂർവം പ്രവർത്തിക്കുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ എന്താ പറയുന്നത്, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കാര്യങ്ങൾ ചെയ്യാം. അതാണ് അവിടെ ധാർമ്മികതയായിട്ട് വരുന്നത്. കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്നത്, ബോധപൂർവം ജീവിക്കുക. അതൊക്കെയാണ് ധാർമ്മികതയായിട്ട് അവിടെ പറയുന്നത്. ഇനി നമ്മുടെ ഭഗവത്ഗീതയിലേക്ക് വന്നാൽ അതിലെ ചില പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ ഈ ധർമ്മത്തെക്കുറിച്ച് നമുക്ക് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുന്ന് വരുന്നതാണ്. ഒന്ന്, സ്വധർമ്മനിധനം ശ്രേയത്, പരധർമ്മം ഭയാവഹം. അപ്പോൾ സാധാരണ സംസ്കൃത പണ്ഡിതന്മാർ അതിനർത്ഥം പറയാം, വികലമാണെങ്കിലും സ്വധർമ്മമാണ് മറ്റുള്ളവരുടെ ധർമ്മത്തേക്കാൾ മഹത്തായത് എന്ന് പറയാം. സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകത, പല രീതിയിലും നമുക്ക് അതിൻ്റെ അർത്ഥവ്യാപ്തി എടുക്കാം. അപ്പോൾ നമുക്ക് വേറെ സ്വധർമ്മം എന്ന് പറയുന്നത് എന്താണ്? സ്വ എന്ന് വെച്ചാൽ ആത്മാവാണ്,
ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ധർമ്മം എന്നാണ്. അതെന്താണ്? ധ്യാനമാണ്. നമ്മുടെ ആത്മാവിലേക്ക് തിരിയുക, കേന്ദ്രത്തിനെ അവിടെ ഉറപ്പിച്ചു വയ്ക്കുക എന്നല്ല അതിനർത്ഥം. സ്വധർമ്മം അതാണ് ശ്രേഷ്ഠമായതെന്ന് പറയുന്നു. അത് ആ കേന്ദ്രം ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പരധർമ്മം പാലിക്കേണ്ടത്. പരധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും എടുക്കണം അവിടെ, മറ്റു ധർമ്മങ്ങളിൽ പര എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ബോധം ഹൃദയത്തിൽ ഉറപ്പിച്ചതിന് ശേഷം, സ്വധർമ്മം പാലിച്ചതിന് ശേഷം വേണം ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കാൻ. അങ്ങനെ അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പരധർമ്മം ഭയാവഹം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. അപ്പോൾ സ്വധർമ്മം അവിടെ ധ്യാനമാണ്. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് ആദ്യത്തെ 3 നിർദ്ദേശങ്ങൾ ധ്യാനത്തിലൂടെ തുടങ്ങുക. അപ്പോൾ ഒക്കെ നമുക്ക് ആ കണക്ഷൻ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഭഗവത്ഗീതയിലെ പല ശ്ലോകങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, യോഗശാസ്ത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു പക്ഷേ അല്പം ആശയക്കുഴപ്പത്തിലായ അർജുനൻ ചോദിക്കും, ഭഗവാനെ അങ്ങ് പല യോഗശാസ്ത്രങ്ങളെക്കുറിച്ചും ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചും പറയുന്നു, അങ്ങയെ പ്രാപിക്കാൻ ഏറ്റവും എളുപ്പവും ഫലപ്രദവുമായിട്ടുള്ള മാർഗം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭഗവത്ഗീതയുടെ അവസാനത്തിലേക്ക് എത്തുക. അപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന വളരെ പ്രസക്തമായിട്ടുള്ളത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അർജുന, നീ എല്ലാ ധർമ്മശാസ്ത്രങ്ങളും മറന്നു കളയും, നീ എനിക്ക് ശരണാഗതി പ്രാപിച്ചാലും. അപ്പോൾ എല്ലാ ധർമ്മങ്ങളും വിട്ട് എനിക്ക് ശരണാഗതി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശരണാഗതിയാണ് ഏറ്റവും പരമമായ ധർമ്മം എന്നല്ലേ? അതല്ല ഉദ്ദേശിക്കുന്നത്. ധർമ്മം വെടിയുക എന്നുള്ള അർത്ഥത്തിലല്ല അത്. എല്ലാ ധർമ്മത്തിലും ഉദാത്തമായ ധർമ്മം ശരണാഗതിയാണ്. നീ അത് ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോൾ ശരണാഗതി എന്ന് പറഞ്ഞാൽ എന്താ? സമർപ്പണമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിന് മറ്റൊരു ശ്ലോകമുണ്ട്. എന്താ അത്? അതിൻ്റെ മീനിങ് വരുന്നത് ഞാൻ കാലമാകുന്നു. ഞാൻ നിമിഷ നേരങ്ങൾ കൊണ്ട് പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കുന്നു, നശിപ്പിക്കുന്നു. അങ്ങനെയുള്ള എനിക്ക് നിൻ്റെ ജീവിതകാലം മുഴുവൻ വേണ്ട രീതിയിൽ പരിപാലിക്കാൻ അറിയാം. പക്ഷേ നിൻ്റെ ആ ജീവിതകാലം മുഴുവൻ, നിൻ്റെ സമയം മുഴുവൻ നീ എനിക്ക് അടിയറ വെച്ചാലും. അപ്പോൾ കാലോസ്മി ലോകക്ഷേകൃത്വവർത്ത, അതാണ് ശ്ലോകം. ഞാൻ കാലമാകുന്നു അർജുന. അപ്പം അവിടെയും ശരണാഗതി, നിൻ്റെ സമയം നീ എനിക്ക് അടിയറ വയ്ക്കൂ എന്ന് പറയുന്നത്. നമ്മളെങ്ങനെയാണ് ഗുരുവിനോ അല്ലെങ്കിൽ ഈശ്വരനോ നമ്മുടെ സമയം അടിയറ വയ്ക്കുക? നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണയിലാവാം. അതാണ് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ഗുരുവിന് അല്ലെങ്കിൽ ഈശ്വരന് നമ്മൾ സമയം അടിയറ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്മരണയിലാവുക എന്നർത്ഥം. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ്സിൽ നിരന്തര സ്മരണ. അപ്പോൾ ആ അർത്ഥത്തിൽ നിരന്തര സ്മരണയാണ് ഹാർട്ട്ഫുൾനെസ്സിലെ ഏറ്റവും പരമമായ ധർമ്മം എന്ന് പറയാം. പക്ഷെ നിരന്തര സ്മരണ എങ്ങനെ ഉണ്ടാവും? ധ്യാനത്തിലൂടെയാണ് തുടക്കം. സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി ധ്യാനത്തിലിരിക്കുമ്പോഴാണ് നമ്മുടെ ബോധം ഉണരുന്നു, അല്ലെങ്കിൽ ബോധം വികസിച്ച് നമ്മൾ സമാധിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എന്താണ് അതിന് കാരണം എന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ സംപ്രേഷണമാണ്. ആ സംപ്രേഷണത്തിൻ്റെ ഉടമ ഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ നന്ദിബോധം ഉണ്ടാവും. ആ നന്ദിബോധമാണ് സ്നേഹമായിട്ട് മാറും. നന്ദിബോധമാണ് സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാവം. സ്നേഹമാണ് നമ്മളെ സ്മരണയിലേക്ക് നയിക്കുന്നത്, നിരന്തര സ്മരണയിലേക്ക്. ആ നിരന്തര സ്മരണയാണ് നമ്മളെ സമർപ്പണത്തിലേക്കും പരിപൂർണ ശരണാഗതിയിലേക്കും നയിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഹാർട്ട്ഫുൾനെസ്സിലെ പരമമായ ധർമ്മം നിരന്തര സ്മരണയാണ്, കോൺസ്റ്റന്റ് റിമംബറൻസ് ആണെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ദാജി ഇടയ്ക്കിടയ്ക്ക് പറയും, നിരന്തര സ്മരണയിൽ നിന്ന് എപ്പോൾ നമ്മൾ മാറിപ്പോകുന്നു ആ നിമിഷത്തെ ഓർത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്യണം, നമ്മൾ ദുഃഖിക്കണം എന്ന് പറയും. കാരണം ആ നിമിഷത്തിലാണ് നമ്മൾ എല്ലാ അധർമ്മങ്ങളും പ്രവർത്തിക്കുന്നത്.
അപ്പോൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ധാർമ്മികത എന്ന് പറയുന്നത് നിരന്തര സ്മരണയിൽ നമ്മൾ എന്തു ചെയ്യുന്നുവോ അത് ധർമ്മമാണ്. ഹാർട്ട്ഫുൾനെസ്സിൽ പറയും നിരന്തര സ്മരണയിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിൽ മുദ്രകൾ ഉണ്ടാക്കുന്നില്ല. അപ്പം മുദ്രകൾ ഉണ്ടാക്കാത്ത പ്രവൃത്തികളാണ് ധാർമ്മികമായ പ്രവൃത്തികൾ എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. അത് നിരന്തര സ്മരണയിലാണ്. ഇപ്പോൾ ഭഗവത്ഗീത പറയുന്ന ശരണാഗതി ഭാവം, ഹാർട്ട്ഫുൾനെസ് പറയുന്ന നിരന്തര സ്മരണയും ഒന്നാണ്. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് അതൊരു പ്രയോഗശാസ്ത്രമായിട്ടാണ് പറയുന്നത്. 10 നിർദ്ദേശങ്ങളിലൂടെ ഇതെങ്ങനെ പരിപാലിക്കാന്ന് വെച്ചാൽ 10 നിർദ്ദേശങ്ങൾ പാലിക്കുക ആവശ്യമുള്ളൂ. ആദ്യത്തെ 3 നിർദ്ദേശങ്ങൾ ധ്യാനമാണ്. ആ ധ്യാനത്തിന് സംപ്രേഷണത്തിൻ്റെ സപ്പോർട്ടുണ്ട്, ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഭഗവത്ഗീത ഒരു തത്വചിന്തയാണെങ്കിൽ ഹാർട്ട്ഫുൾനെസ് അതിൻ്റെ പ്രയോഗശാസ്ത്രമാണ്. അപ്പോൾ ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാന്ന് പറയാം നമുക്ക്. ഒന്ന് തത്വചിന്ത, മറ്റത് പ്രയോഗം. അത് വളരെ ലളിതമായിട്ട് ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഒറ്റ ജന്മം കൊണ്ട് തന്നെ ഈ പരിപൂർണത നേടിയെടുക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ധർമ്മത്തെ വിശകലനം ചെയ്യുന്നതാണ് അഭികാമ്യം എന്ന് തോന്നുന്നു. ഇനി രാജിയുടെ പുസ്തകം നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം, ചർച്ച ചെയ്യാം. താങ്ക് യു. നമസ്കാരം. നന്ദി മോനേട്ടാ. എനിക്ക് മോനേട്ടൻ ധർമ്മത്തിന്റെ പല പല വശങ്ങളെ കുറിച്ച് പറഞ്ഞു. അവസാനം ഭഗവത്ഗീതയും ഹാർട്ട്ഫുൾനെസ്സും കൂടെ കണക്ട് ചെയ്ത് അവസാനം എത്തിച്ചു അല്ലേ. അത് വളരെ മനോഹരമായി തോന്നി. മാത്രമല്ല ഏതൊരു സംഹിത എടുത്താലും അതായത് അഷ്ടവക്രഗീത എടുത്താലും ഹാർട്ട് ഓഫ് ജൈൻസ് എടുത്താലും ഭഗവത്ഗീത എടുത്താലും അത് ചിന്തയാണെങ്കിൽ പ്രായോഗികമായി ഹാർട്ട്ഫുൾനെസ്സിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അല്ലേ നമുക്കത് അനുഭവവേദിയാകാൻ. എന്തായാലും വളരെയധികം നന്ദി ഈ പ്രഭാഷണത്തിന്. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് പല പ്രാവശ്യം കേൾക്കേണ്ടതുണ്ട് ധർമ്മത്തിന്റെ പല വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ. എന്തായാലും വളരെയധികം നന്ദി. നമുക്ക് ദാജിയുടെ പുസ്തകത്തിനായി കാത്തിരിക്കാം. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറയാം. സ്വസ്ഥമായിരുന്ന് കണ്ണുകളടച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ആ സമയത്ത് മറ്റു ചിന്തകൾ വഴിയാണെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക. അതിനുശേഷം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന സങ്കല്പത്തിൽ നമ്മൾ 15 മിനിറ്റ് ധ്യാനിക്കും. അപ്പോൾ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം. സത്സംഗം 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.